ഹായ് 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 നമ്മുടെ 6ാം ക്ലാസ്സുകാർ അധികം ലേറ്റ് ആവാതെ വളരെ പെട്ടെന്ന് ഇപ്പോൾ എന്നെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് മാഷിദ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി ഈ കാര്യം നിങ്ങൾ പഠിക്കുകയും ചെയ്യും. അധികം ലേറ്റ് ആവാതെ ഇനി അങ്ങോട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ വീഡിയോ സഹായിക്കുകയും ചെയ്യും. നമുക്ക് എന്തായാലും പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ടാങ്ക് തന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് വെള്ളം നിറയ്ക്കാം അല്ലേ. അതുപോലെ ഒരു ടാങ്ക് തന്നിട്ടുണ്ട്. ഈ ടാങ്കിന്റെ ഷേപ്പ് എന്താണ്? ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ ഷേപ്പാണ് അല്ലേ. ഒരു ചതുരക്കട്ടയുടെ ആകൃതിയാണ്, ഒരു പെട്ടി പോലെയൊക്കെയുള്ള ഒരു ടാങ്കാണിത് അല്ലേ. ഈ ടാങ്കിന്റെ ഉള്ളിലുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നീളവും വീതിയും ഉയരവുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ എന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ വോളിയം കാണാനായിരിക്കും, ഇതിന്റെ വ്യാപ്തം കാണാനായിരിക്കും മാഷ് ആദ്യം ചോദിക്കാറ്. വോളിയം കാണാൻ, വ്യാപ്തം കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ വോളിയം കാണുക? തന്നിരിക്കുന്ന ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നീളവും വീതിയും ഉയരവും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് വ്യാപ്തം കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് പെട്ടെന്ന് ഇതിന്റെ ഈ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ ഉള്ളിലുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റിൽ തന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള വോളിയം ഒന്ന് നിങ്ങൾ പെട്ടെന്ന് ഇതൊന്ന് മൾട്ടിപ്പിൾ ചെയ്ത് കണ്ടുപിടിച്ച്. ഉള്ളിലുള്ള വോളിയത്തിന് നമ്മൾ കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്നും പറയട്ടോ. അപ്പൊ ഉള്ളളവ് എന്ന് വെച്ചാൽ എന്താ? ഉള്ളിലുള്ള വോളിയം തന്നെയാണ്. ഉള്ളിലുള്ള വോളിയാണ് അതിന്റെ കപ്പാസിറ്റി. അത് നിങ്ങൾ പഠിച്ചു പോ. അപ്പൊ പെട്ടെന്ന് ഇതിന്റെ വോളിയം നിങ്ങൾ പറഞ്ഞേ, എന്നിട്ട് നമ്മൾക്ക് ഇന്ന് പഠിക്കാൻ വന്ന കാര്യത്തിലോട്ട് പെട്ടെന്ന് കടക്കാം. വോളിയം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ലെങ്ത്, നീളം 70 ആണ് ലെങ്ത്, അപ്പോ 70. ബ്രെഡ്ത്ത് എന്താണ്? ബ്രെഡ്ത്ത് 80 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയാണ്? 90 സെന്റിമീറ്റർ ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്ത് ചെയ്താൽ മതി? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും. ഇപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് മാഷിന് അറിയാം എന്താണ് ഉത്തരം. ഇത്രയും വലിയ ഉത്തരമായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇതെന്താണ് വായിക്കുക? 1, 10, 100, 1000, 10,000, ലക്ഷം, 5,04,000, 5,04,000. ഇത്രയും വലിയ വോളിയാണ്. ഇവിടെ നോക്കിക്കേ, ഈ ലെങ്ത്തിന്റെ കൂടെ സെന്റിമീറ്റർ ഉണ്ട്, ബ്രെഡ്ത്തിന്റെ കൂടെ സെന്റിമീറ്റർ ഉണ്ട്, ഹൈറ്റിന്റെ കൂടെ സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ വോളിയത്തിന്റെ കൂടെ എന്താ നമ്മൾ ചേർക്കുക? അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലെങ്ത്തിനും ബ്രെഡ്ത്തിനും ഹൈറ്റിനും കൂടെ, നീളത്തിന്റെയും വീതിയുടെയും ഉയരത്തിന്റെ കൂടെ സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ വോളിയത്തിന് കൂടെ എന്താ ചേർക്കുക? സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ. സി നമ്മള് ചുരുക്കി എഴുതും അല്ലേ. അപ്പോൾ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും ഹൈറ്റിനും കൂടെ CM ആണെങ്കിൽ വോളിയത്തിന്റെ കൂടെ CC ആണ് ചേർക്കേണ്ടത്. മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഘന സെന്റിമീറ്റർ എന്നൊക്കെ പറയും. അപ്പൊ ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ ആണ് നമ്മുടെ ഈ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ വോളിയം. വോളിയം കാണാൻ എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ് വരിക. ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിന്റെ ഉള്ളിലുള്ള വോളിയം, ഉള്ളളവ്, കപ്പാസിറ്റി നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സാർ ലിറ്റർ വെള്ളം കൊള്ളുമെന്നോ? അതെങ്ങനെ കാണുക എന്നായിരിക്കും വിചാരിക്കുന്നത്. ഇതിനുള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എന്താന്ന് വെച്ചാൽ 1000 ക്യൂബിക് സെന്റിമീറ്റർ, 1000 ഘന സെന്റിമീറ്റർ വോളിയത്തിൽ 1 ലിറ്റർ വെള്ളമാണ് കൊള്ളുക. അപ്പോൾ കപ്പാസിറ്റി 1000 ക്യൂബിക് സെന്റിമീറ്റർ, ഉള്ളളവ് 1000 ഘന സെന്റിമീറ്റർ ആയാൽ അതിൽ 1 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് കാര്യം ചോദിക്കട്ടെ. അപ്പോൾ 2000 ആയാലും 2000 ക്യൂബിക് സെന്റിമീറ്റർ ആയാലും 1000 ക്യൂബിക് സെന്റിമീറ്ററിന്റെ ഉള്ളിൽ 1 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ 2000 ക്യൂബിക് സെന്റിമീറ്റർ ഉള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുക? 2 ലിറ്റർ വെള്ളം കൊള്ളും. സിമ്പിൾ അല്ലേ? എന്ത് ചെയ്താൽ മതി? 1000 ക്യൂബിക് സെന്റിമീറ്ററിന്റെ ഉള്ളിൽ 1 ലിറ്റർ, 2000 ക്യൂബിക് സെന്റിമീറ്ററിന്റെ ഉള്ളിൽ 2 ലിറ്റർ, ഇനി 3000 ക്യൂബിക് സെന്റിമീറ്ററിനുള്ളിലാണെങ്കിൽ 3 ലിറ്റർ. എന്താ വ്യത്യാസം? ഇവിടെയുള്ള 3 പൂജ്യങ്ങൾ ഒഴിവാക്കിയാൽ മതി. 1000 ക്യൂബിക് സെന്റിമീറ്ററിന്റെ ഉള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് കാണാൻ വേണ്ടിയിട്ട് ബാക്കിലുള്ള 3 പൂജ്യം ഒഴിവാക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ബാക്കിലുള്ള 3 പൂജ്യം ഒഴിവാകുന്നത്? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ബാക്കിലുള്ള 3 പൂജ്യം ഒഴിവാകണേ അല്ലേ. 3 പൂജ്യമായിട്ട് ആദ്യത്തെ നമ്പർ ഏതാ? 1000 ആണ്. 2000-ന് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ ഉത്തരം കിട്ടുക? 2000-ന് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പിറകുള്ള 3 പൂജ്യം പോവും.
അല്ലേ? പിറകുള്ള 3 0 പോയി എന്താ ഉത്തരം കിട്ടുക? 2 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ 2000 ക്യൂബിക് സെന്റിമീറ്ററിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് ഉത്തരം കിട്ടും. ക്യൂബിക് സെന്റിമീറ്ററിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ലിറ്റർ ആണെന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ എന്താണ് 504 ഒരു 3 0 അല്ലേ? 504 ഒരു 3 0 അത്രയും ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഉള്ളിലുള്ള വോളിയം. അപ്പോൾ ക്യൂബിക് സെന്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്ന കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ള 3 0 ഒഴിവാക്കിയാൽ മതി, അല്ലെങ്കിൽ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് ഇതിന്റെ ബാക്കിലുള്ള 3 0 പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? 504 എന്ന് കിട്ടും. 504 ലിറ്റർ ആണ് ഈ ടാങ്കിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുക. നമ്മൾ മെയിനായിട്ട് എന്താ പഠിച്ചത്? ക്യൂബിക് സെന്റിമീറ്ററിന്റെ പിറകുള്ള 3 0 ഒഴിവാക്കി കഴിഞ്ഞാൽ അത് എത്ര ലിറ്റർ ആണെന്ന് കിട്ടും. അതാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ എന്നെ പഠിച്ചിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ക്യൂബിക് സെന്റിമീറ്ററിന് ലിറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഘന സെന്റിമീറ്ററിന് ലിറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള 3 0 ഒഴിവാക്കിയാൽ മതി, അതായത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ 1000 ക്യൂബിക് സെന്റിമീറ്ററിന്റെ ഉള്ളിൽ 1 ലിറ്റർ വെള്ളം കൊള്ളും. ഇനി 2000 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ അതിനുള്ളിൽ 2 ലിറ്റർ വെള്ളം കൊള്ളും. ഇത് 5,04,000 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ അതിനുള്ളിൽ 504 ലിറ്റർ വെള്ളം കൊള്ളും. കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. സിമ്പിളാണ്, പക്ഷെ പവർഫുൾ ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് വീണ്ടും വരും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതുപോലെ കൂടുതൽ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ ആ കാര്യം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കാതിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള നോട്ടുകളൊക്കെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നമ്മൾ യൂട്യൂബിലോട്ട് അയച്ചു തരും അല്ലേ? അപ്പോൾ നോട്ടുകളൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. കാരണം അവിടെ ആയിരിക്കും നിങ്ങൾക്ക് നോട്ടുകൾ അയച്ചു തരിക. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഉണ്ട്. ജോയിൻ ഫോർ ഫ്രീ നോട്ട്സ് വേണ്ടി നമ്മുടെ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.